ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾക്കെതിരെ ഉണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു കേസായിരുന്നു നടൻ സിദ്ദിഖിനെതിരെ എത്തിയത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോഴാണ് താരത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നത്. ഇതോടെ താരം തന്നെ ആ പദവിയിൽ നിന്നും രാജിവെച്ചു. പിന്നീട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും സിദ്ദിഖ് ഒളിവിൽ പോവുകയും സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം താരത്തിന്റെ 62ാം പിറന്നാളായിരുന്നു. നടൻ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ കൂടിയും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിദ്ദിഖിന് പിറന്നാൾ ആശംസിച്ച് എത്തിയിരുന്നു. സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനും യുവനടനുമായ ഷഹീനും ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. ഷഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ പിതാവിന് ആശംസകൾ നേർന്നത്. പിറന്നാൾ ആശംസകൾ വാപ്പച്ചി എന്നാണ് ഷഹീൻ കുറിച്ചത്. പേരക്കുട്ടിയെ കൈകളിൽ എടുത്ത് കൊഞ്ചിക്കുന്ന സിദ്ദിഖിന്റെ ചിത്രങ്ങൾ കാണാം. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ഷഹീൻ തനിക്കും ഭാര്യ അമൃതാദാസിനും പെൺകുഞ്ഞ് പിറന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ദുവാ ഷഹീൻ എന്നാണ് കുഞ്ഞിന്റെ പേര് നൽകിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മൂത്ത മകൻ സാപ്പിയുടെ അകാല വേർപാടിന്റെ വേദനയിലായിരുന്ന കുടുംബത്തിന് സാന്ത്വനമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത്. സിദ്ദിഖിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷഹീന്റെ മകൾ. 2 കുഞ്ഞിക്കാലുകളാൽ ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു. ദുവാ ഷഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മകളുടെ കാലിൽ വിവാഹമോതിരങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് കുഞ്ഞ് പിറന്ന വിവരം അമൃത അറിയിച്ചത്. വാപ്പച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഷഹീൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. 2022 മാർച്ചിലായിരുന്നു ഷഹീന്റെയും ഡോക്ടറായ അമൃതയുടെയും വിവാഹം. ഇരുവരും 2 മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ മതപരമായ രീതിയിൽ വലിയ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു വിവാഹം നടന്നത്. ഏറെ വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഷഹീനും അമൃതയും ഒന്നായത്. സലീം അഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് പിതാവിന്റെ വഴിയെ ഷഹീൻ അഭിനയ രംഗത്തെത്തുന്നത്. കസബ, ടേക്ക് ഓഫ്, ഒരു കുട്ടനാടൻ വ്ളോഗ്, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 35-കാരനായ താരത്തിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ശേഷം മൈക്കിൾ ഫാത്തിമയാണ്.